ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓരോ വിശ്വാസികളോടും ദൈവമക്കളോടും പറയട്ടെ, നമ്മൾ പോരാടുന്നത് ശരീരമുള്ളവരോടല്ല. വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, ഈ അന്ധകാര ലോകത്തിൻ്റെ ഭരണകർത്താക്കളോടും അധിപതികളോടും സ്വർലോകത്തിലെ ശക്തികളോടും അത്രേ. അപ്പോൾ ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം, നമുക്ക് പോരാട്ടമുണ്ട്, അത് ശരീരമുള്ളവരോടല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാവുന്ന മനുഷ്യനോടോ മൃഗങ്ങളോടോ ഒന്നുമല്ല നമ്മുടെ പോരാട്ടം. നമ്മുടെ പോരാട്ടം ആത്മീകമാണ്. യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ഇവിടുത്തെ ഭരണം പിടിച്ചെടുക്കുന്നതോ ഇവിടുത്തെ അധികാരത്തിൽ ഇരിക്കുന്നതോ ഒന്നും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലുള്ള കാര്യങ്ങളല്ല എന്ന യേശു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ മനസ്സിലായ ഒരു അധികാരത്തിൽ ഇരിക്കുകയല്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ ഭൂമിയിൽ അധികാരം പിടിച്ച ഭൂമിയിലെ രാജാവായി കുറച്ചു കാലം ജീവിച്ച് സുഖിച്ച് മരിച്ച് പാതാളത്തിലോട്ട് പോകാനല്ല യേശു ക്രിസ്തു ഭൂമി വന്നതും, അതല്ല യേശുവിൻ്റെ പദ്ധതിയും. അപ്പോൾ യേശു പറഞ്ഞു, പോരാട്ടമുണ്ട്, പക്ഷേ അത് ശരീരം, മാംസവും രക്തവുമുള്ള ശരീരങ്ങൾ ജീവിക്കുന്നവരോടല്ല. ഇനി പോരാട്ടത്തിൻ്റെ ആയുധം എന്താണെന്ന് നോക്കാം. കൊരിന്ത്യർ ലേഖനം വായിച്ച 2 കൊരിന്ത്യർ 10:3-4. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഇനി ഞങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നവരെങ്കിലും ലോകക്കാരെ പോലെ പോരാടുന്നില്ല. എന്നിട്ട് പറയുന്നു, പോരാട്ടത്തിനുള്ള ഞങ്ങളുടെ ആയുധങ്ങളും ജഡികമല്ല, നേരെ മറിച്ച് കോട്ടകളെ തകർത്ത് കളയുവാൻ തക്ക ദിവ്യശക്തിയുള്ളതാണ്. ഈ കോട്ടകളെന്ന് പറയുന്ന ഈ കോട്ടകളും കണ്ണുകൊണ്ട് കാണാവുന്നതല്ല. അപ്പം വേറൊരു ലോകത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്, ആത്മീക ലോകത്തിലാണ് കാര്യം പറയുന്നത്. ഞങ്ങൾ ലോകത്ത് ജീവിക്കുന്നെങ്കിലും ലോകക്കാരെ പോലെ പോരാടുന്നില്ല. അടിയും തൊഴിയും പരിപാടിയും ഒന്നും നമ്മുടേതല്ല, നമ്മളത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ശക്തിയില്ലാഞ്ഞിട്ടല്ല, വചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പോരാട്ടത്തിനുള്ള ആയുധങ്ങളും ജഡികമല്ല, നേരെ മറിച്ച് കോട്ടകളെ തകർത്ത് കളയാൻ തക്ക ദിവ്യശക്തിയുള്ളവയാണ്. കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വന്നു കഴിയുമ്പം അതിനെ നേരിടുമെന്നല്ല, കാര്യങ്ങളുടെ ഉറവിടത്തിൽ അതിനെ അടിച്ചു കളയുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കാരണം എന്നാന്ന് വായിക്കാം. കൊളോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അവിടുന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അവിടുന്ന് കാഴ്ചകളെയും അധികാരങ്ങളെയും നിരായുധമാക്കി ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യ കാഴ്ചയാക്കി. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അവിടുന്ന് വാഴ്ചകളും അധികാരങ്ങളെയും നിരായുധരാക്കി ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യ കാഴ്ചയാക്കി. ഈ വാഴ്ചയെയും അധികാരത്തെയും മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായ കാഴ്ചയാക്കിയ കാരണം എന്നാന്ന് ചോദിച്ചാൽ, അവരുടെ ആയുധങ്ങളും ആ ആയുധം മൂലം അവർ നേടിയെടുത്ത സമ്പത്തും കൊള്ളയടിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ലൂക്കാ സുവിശേഷത്തിൽ ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് പോകാം. 11:22. ലൂക്കാ 11:21-22. ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചു എങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധ വർഗം പിടിച്ചു പറിച്ച് അവന്റെ കൊള്ള പകുതി ചെയ്യുന്നു. ഇനിയുള്ള ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും മർമ്മകരമായ ചില ഭാഗങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. ശക്തനായ ഒരു മനുഷ്യൻ ആയുധം എന്തി സ്വന്തം വീട് കാവൽ ചെയ്യുമ്പോൾ അവൻ്റെ സ്വത്ത് ഭദ്രമായിരിക്കും. എന്നാൽ ഏറെ ശക്തനായ ഒരാൾ വന്ന് അവനെ ആക്രമിച്ച് കീഴടക്കുമ്പോൾ അവൻ ആശ്രയിച്ചിരുന്ന ആയുധവർഗം അപഹരിക്കുകയും കൊള്ള മുതൽ വീതിക്കുകയും ചെയ്തു. ഇതൊരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞ ഉദാഹരണമാണ്. നമുക്കിനി ഇങ്ങനെ ചിന്തിക്കാം. ശക്തനായ സാത്താനും അവൻ്റെ സൈന്യങ്ങളും ആയുധമേന്തി അവൻ്റെ വീടോ അവൻ്റെ സമ്പ്രദായങ്ങളോ അവൻ്റെ സാഹചര്യങ്ങളോ അവൻ്റെ ജയിലോ കാവൽ ചെയ്യുമ്പോൾ അവൻ്റെ സമ്പത്ത് ഭദ്രമായിരിക്കും. എന്നാൽ അവനേക്കാൾ ശക്തനായ ഒരാൾ വന്ന് അവനെ ആക്രമിച്ച് കീഴടക്കുമ്പോൾ അവൻ ആശ്രയിച്ചിരിക്കുന്ന ആയുധവർഗം അപഹരിക്കുകയും
കൊള്ള മുതൽ വീതം വെക്കുകയും ചെയ്യും. ഇതിൽ ഈ ആദ്യം പറയുന്ന ശക്തനായ മനുഷ്യൻ എന്നുള്ളത് സാത്താനെ ഉദ്ദേശിച്ച് പറയുന്ന, സാത്താൻ ആയുധമേന്തി സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ പാതാളം കാവൽ ചെയ്യുമ്പോൾ അവിടെയുള്ള അവൻ്റെ സ്വത്ത് ഭദ്രമായിരിക്കും. എന്നാൽ അവനേക്കാൾ ശക്തനായ ഒരുവൻ വന്ന് അവനെ ആക്രമിച്ച് കീഴടക്കുമ്പോൾ അവൻ ആശ്രയിച്ചിട്ടുള്ള ആയുധവർഗം അപഹരിക്കുകയും കൊള്ള മുതൽ വീതം വെക്കുകയും ചെയ്യും. അവൻ ആശ്രയിച്ചിരിക്കുന്ന ആയുധവർഗവും കൊള്ള മുതലും എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. അതാണ് ഈ ജയോത്സവം കൊണ്ടാടി എന്ന് പറയുന്നതിൻ്റെ മർമ്മം. എങ്ങനെയാ? ശരിക്കും അവനെ തകർത്ത് അവൻ്റെ ആയുധവർഗവും പിടിച്ച് അവൻ കൊണ്ടുപോയ മുതലും പിടിച്ചെടുക്കുമ്പം അവൻ അവകാശനായോ? അവനും അവൻ്റെ ആൾക്കാരും അവകാശരായോ? അവരുടെ ആളുകളുടെ മുമ്പിൽ അവകാശിയായോ? പിടിച്ചെടുത്തവനോ? ജയോത്സവം. ഇനി പിശാചിൻ്റെ ആയുധവർഗം എന്തൊക്കെയാണ്? റോമർ 6:13 എടുത്തേ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. അവന്റെ ആയുധവർഗത്തെ കുറിച്ച് പറയാൻ പോവുക. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിന്റെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കപ്പെട്ടവരായ നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. അതിൻ്റെ ആദ്യ ഭാഗമാണ്, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിന്റെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് എന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ കാര്യം. ഇനി അത് അധർമ്മത്തിൻ്റെ ഉപകരണങ്ങളാക്കി നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന് സമർപ്പിച്ചാൽ അവിടെ ആയുധവർഗം ഒളിഞ്ഞിരിക്കും. ഇനി തെസ്സലോനിക്ക ലേഖനത്തോട്ടൊന്ന് വന്നേ. 2 തെസ്സലോനിക്കർ അതിനകത്തുനിന്ന് 2-ാം അധ്യായത്തിനകത്തുനിന്ന് 2-4 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 3-4 വായിച്ചേ. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ഇപ്പോൾ 3-ാമത്തെ വാക്യം പറഞ്ഞ, ആരും ഒരു വിധത്തിലും നിങ്ങളെ ചതിക്കരുത്. അവർ ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള എല്ലാത്തിനെയും എതിർക്കുകയും അവയ്ക്ക് മീതെ തന്നെത്താൻ ഉയർത്തി താൻ തന്നെ ദൈവമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ദേവാലയത്തിൽ ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം പറയുന്നു ദൈവം ഒരുവനത്രേ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവനത്രേ. മനുഷ്യനായ യേശുക്രിസ്തു മാത്രമെന്ന് വചനം പറയുമ്പോൾ മനുഷ്യനിപ്പോൾ ധാരാളം മധ്യസ്ഥന്മാരെ ഉണ്ടാക്കി ദൈവത്തിൻ്റെ സ്ഥാനത്തിരുത്താൻ തുടങ്ങി. എന്താ പറയുന്നത്? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്നു, മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടി ജലത്തിലോ ഉള്ള യാതൊരു വസ്തുവിൻ്റെയും പ്രതിമയും വിഗ്രഹവും ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്, കുമ്പിടരുത്. ഈ വഴിയൊക്കെ പോകുമ്പോൾ ആൾക്കാർ കാണിക്കാൻ കാണുമല്ലോ, ഇങ്ങനെ പോകുന്നിടത്തും എല്ലാം. ഇത് ശരിക്കും കുമ്പിടൽ തന്നെയാണ്. ഇത് ചെയ്യരുത്, ഇത് കുമ്പിടാൻ തക്കവണ്ണം ഉണ്ടാക്കി വെക്കരുത്. ഈ ബൈബിള് കയ്യിലുള്ള ചില പ്രാദേശിക പ്രസ്ഥാനങ്ങളും ഇത് ചെയ്യിക്കുന്നുണ്ട്. ഇത് പറയുവാൻ ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള എല്ലാറ്റിനെയും എതിർക്കുകയും അവയ്ക്ക് മീതെ തന്നെത്താൻ ഉയർത്തി താൻ തന്നെ ദൈവമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ദേവാലയത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു. എവിടെയാണ് ഇരിക്കുന്നത്? ദേവാലയത്തിൽ. ഇതിൻ്റെ ആത്യന്തികമായി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴേ നമുക്കിതിനെ അറിയാൻ പറ്റുള്ളൂ. 7-ാമത്തെ വാക്യം വായിച്ചേ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. 8-ാമത്തെ വായിച്ചോളൂ. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്തിൽ നശിപ്പിക്കും. 9-ാമത്തെ വാക്യം കൂടെ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പൊ തന്നെ വ്യാപരിക്കുന്നുണ്ടെന്ന് എഴുതിയേക്കുന്നത് ഈ എഴുതിയ കാലത്ത്. ഇപ്പോൾ അതിനെ തടയുന്നവൾ വഴിയിൽ നിന്ന് നീങ്ങുക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ദഹിപ്പിച്ച് തൻ്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്താൽ ഒടുക്കിക്കളയും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവരുടെ മധ്യത്തിൽ സാത്താൻ്റെ പ്രവൃത്തിക്ക് അനുസരണമായി, ശ്രദ്ധിച്ചോണം, വ്യാജമായ എല്ലാ ശക്തികളോടും അടയാളങ്ങളോടും അത്ഭുത പ്രവൃത്തികളോടും അനീതിയുടെ സകല വഞ്ചനയോടുകൂടെയുമായിരിക്കും. അപ്പോൾ എന്താണ് ഈ പിശാചിൻ്റെ ആയുധവർഗം എവിടെ ഇരിക്കുന്നത്? എവിടെയാണ്? അവയവങ്ങളിൽ. അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാ? അവയവങ്ങളെ ചലിപ്പിക്കുന്ന ജീവനിൽ. ജീവൻ എന്ന് പറഞ്ഞാൽ എന്നാ?
ഈ ജീവൻ നിലനിർത്തുന്ന രക്തത്തിൽ. അവിടെയാണ് പിശാചിൻ്റെ ആയുധവർഗം ഇരിക്കുന്നത്. ഈ രക്തം മുഴുവൻ പുറത്തു പോയാൽ പിശാചിൻ്റെ അവകാശം പുറത്തുപോയി. ഒരുവൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് ആദം പാപം ചെയ്തപ്പോൾ അവൻ്റെ രക്തത്തിൽ ഇവൻ ആധിപത്യം എടുത്തെങ്കിൽ വേറൊരുത്തൻ്റെ ഉള്ളിൽ നിന്ന് രക്തം മുഴുവൻ പുറത്തു പോയാൽ ഈ ആധിപത്യം പോകും. അപ്പോൾ പിശാചിൻ്റെ അവകാശം മനുഷ്യൻ്റെ അവയവങ്ങളിലാണ്, അല്ലെങ്കിൽ അർത്ഥത്തിൽ ജീവനിലാണ്, അല്ലെങ്കിൽ അർത്ഥത്തിൽ ജീവനിരിക്കുന്ന രക്തത്തിലാണ്. അവിടെ ഇരിക്കുന്ന ആയുധവർഗം പിടിച്ചെടുത്തു. ഈ ആയുധവർഗത്തിലൂടെ കൊണ്ടുപോയ ആത്മാക്കളെയും പിടിച്ചെടുത്തു. അവൻ്റെ അതിസുരക്ഷിതമായ പാതാള ജയിലുകൾ തകർത്ത് തരിപ്പണമാക്കി. അങ്ങനെയാണ് കാൽവരി കുരിശിൽ ജയോത്സവം കൊണ്ടാടിയത്. മുന്നോട്ടത് കൃത്യമായി പറയാം, അതിൻ്റെ സയൻസും പറയാം, അതിൻ്റെ വചനം എന്ത് പറയുന്നു എന്ന് പറയാം, അതിൻ്റെ സയൻസ് എന്ത് പറയുന്നു എന്ന് പറയാം. കാൽവരി കുരിശിൽ ജയോത്സവം കൊണ്ടാടി. പാപം ഒളിഞ്ഞിരിക്കുന്നവരും പിടിച്ചെടുത്തു, അത് തകർത്ത് കളഞ്ഞു. അതിൻ്റെ പേരിൽ കൊണ്ടുപോയ പാതാള ജയിലുകളും തകർത്ത് അതിലുള്ള ആത്മാക്കളെയും പിടിച്ചെടുത്തു. ആയുധവർഗവും പിടിച്ചെടുത്തു, കൊള്ള മുതലും പിടിച്ചെടുത്തു. കർത്താവായ യേശു ക്രിസ്തു അത് പിടിച്ചെടുത്തു. ദൈവത്തിന് മഹത്വം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി, നല്ല വചനത്തിനായി സ്തോത്രം. യേശു ക്രിസ്തു കാൽവരി കുരിശിൽ പിശാചിൻ്റെ ആയുധങ്ങളെ പിടിച്ചെടുത്ത് അവൻ കൊള്ളയായി കൊണ്ടുപോയ ആത്മാക്കളെയും പിടിച്ചെടുത്തത് മൂലം അവൻ കാൽവരി കുരിശിൽ ജയോത്സവം കൊണ്ടാടി പിശാചിനെയും അവൻ്റെ സൈന്യത്തെയും പരസ്യമായ കോലമായി കാഴ്ചയായി അപമാനിച്ചതിനായി സ്തോത്രം. എൻ്റെ ദൈവമേ, ലോകം മുഴുവനുള്ള ദൈവമക്കൾക്ക് ഇതിൻ്റെ മർമ്മം പിടികിട്ടട്ടെ, അവർക്കിതിൻ്റെ ആഴങ്ങൾ പിടികിട്ടട്ടെ. അവർ യേശുവിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പിശാചിൻ്റെയും അവൻ്റെ ക്രിയകളെയും തകർത്ത് നിത്യത അവകാശമാക്കി പ്രതിഫലം പ്രാപിപ്പാൻ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, പിശാചിൻ്റെ ഘടനയിലൂടെ, പിശാച് ആധിപത്യം പ്രാപിച്ചിരിക്കുന്നതിലൂടെ വന്ന പാരമ്പര്യവും പൈതൃകവുമായ എല്ലാ മേഖലയിൽ നിന്നും കർത്താവിനാൽ വിടുതൽ പ്രാപിപ്പാൻ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. മുന്നോട്ടുള്ള ഓരോ വീഡിയോകളിലും കർത്താവിൻ്റെ ശക്തി അധികമായി വ്യാപരിക്കാൻ കൊതിയോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുവാൻ ദൈവം ഓരോ വ്യക്തികളെയും സഹായിക്കട്ടെ. അനേകരിൽ നിന്ന് അനേകരിലേക്ക് വീഡിയോകൾ പകർന്നു പോകുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുന്നേ വ്യാപരിക്കട്ടെ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.